ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കാർഡിയോളജി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. പണ്ടൊക്കെ പ്രായമായ ആളുകൾക്കായിരുന്നു സ്ട്രോക്കോ അറ്റാക്കൊക്കെ വന്നിരുന്നത്. ഇന്ന് യുവാക്കൾക്കും അതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് പോയത്. ഞാൻ ECG എക്കോയും TMT ഒക്കെ എടുക്കുന്നത് കണ്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ഇതൊക്കെ എടുത്തു നോക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ. നിലവിലൊന്നും ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു യുവാവ് പോലും ഇതൊന്നും ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്ട്രോക്കോ അറ്റാക്കൊക്കെ യുവാക്കളിലും വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും യുവാക്കളൊക്കെ ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരം ഓക്കെ അല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മുമ്പോട്ടുള്ള യാത്രക്ക് അത് നമ്മളെ വളരെയധികം സ്വാധീനിക്കും. എന്തെങ്കിലും വിഷയം അപ്പം നമ്മൾ ഒരു സിംറ്റം ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു ചെക്കപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ല, നമുക്ക് റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ള നിലയിൽ ചെയ്തതല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ചെയ്യുന്ന കാർഡിയോളജി സൈഡ് നമ്മൾ ചെയ്യുന്നത് ECG എടുത്ത് നോക്കും, അതേപോലെ എക്കോ ടെസ്റ്റ് ചെയ്യും, പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓരോ ടെസ്റ്റിനും ഓരോ ഉദ്ദേശമുണ്ട്. ECG നമ്മുടെ ഹാർട്ടിൻ്റെ റിതം ശരിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ മുമ്പ് എന്തെങ്കിലും ഹാർട്ട്നെസ് വന്നിട്ടോ അതൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ECG നോർമലാണ്. ട്രെഡ്മിൽ ടെസ്റ്റ്, ട്രെഡ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സർസൈസ് ടെസ്റ്റ് എന്ന് പറയും നമ്മൾ. അതായത് നമ്മൾ എക്സർസൈസ്, നമ്മൾ സാധാരണ മറ്റേ ഇത് റെസ്റ്റിംഗ് ECG ആണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇതിന് ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം നിലവിൽ നമുക്ക് ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടോ, അതിൻ്റെ സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ട്രെഡ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ എക്സർസൈസ് ചെയ്ത് അതേ സമയത്ത് നമ്മൾ ECG എടുക്കും. അതാണ് എക്സർസൈസ്. ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യും, സ്പീഡ് കൂട്ടി സ്ലോപ്പ് കൂട്ടിയിട്ടൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേജ് 3, 4 വരെ ചെയ്യും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. 3 സ്റ്റേജും ചെയ്തതിലും ECG തകരാറോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല എഫേർട്ട് ടോളറൻസ് ഒക്കെ ഉണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റും ഇദ്ദേഹത്തിന് നോർമൽ തന്നെയാണ്. ടെസ്റ്റുകളെല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് യൂറിക് ആസിഡ് ചെറിയ രീതിയിലൊന്നുണ്ട്, അതിന് ടാബ്ലറ്റും തന്നു. അതേപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ചെറിയ രീതിയിൽ, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും ഇല്ല, പക്ഷേ ഫുഡിൽ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒന്നും പേടിക്കാനുള്ള വിഷയങ്ങളൊന്നും ഇല്ല, എക്സസൈസും ഫുഡും കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരുപാട് ടെൻഷൻ അടിച്ച് പോയിട്ട് ഒരു വലിയ ആശ്വാസമായ പോലെയാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ നേരം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. നമ്മൾ ഹെൽത്തി ആണ് എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ചെയ്ത ടെസ്റ്റിന് 4500 രൂപയാണ് വന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിക്കും. നിങ്ങൾക്ക് വല്ല നമ്പറിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ പല പാക്കേജും ഉണ്ട് എന്ന് തോന്നുന്നു, പല രീതിയിലുള്ള ഹെൽത്തി ചെക്കപ്പ് ഇക്രയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും. ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വലിയ പൈസ ആവുമല്ലോ, എന്നാൽ പിന്നെ ഭർത്താവിൻ്റെ ആദ്യം ചെയ്യുക, ഭാര്യേൻ്റെ പിന്നെ ചെയ്യാമെന്നൊന്നും പറഞ്ഞ് ഇനി മാറ്റി വെക്കണ്ട. ഫാമിലി ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ നിങ്ങൾ വരികയാണെങ്കിൽ 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ.